ഒരു കുട്ടി ക്രിസ്മസ് വ്ലോഗ് കണ്ടാലോ? ഇത് 24th ഈവനിംഗ് ആണ്. നമ്മൾ പാതിര കുർബാനയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ആദ്യം ഞാൻ കാണിച്ച കുരുത്തോല പള്ളിയുടെ ഫ്രണ്ടിൽ ഈ കുരിശാകൃതിയിലുള്ള കുഴിയിൽ കൊണ്ട് ഇടാനായിട്ടുള്ളതായിരുന്നു. കഴിഞ്ഞ വർഷത്തെ കുരുത്തോല മാത്രമല്ല, വെഞ്ചരിച്ച പഴയ ബൈബിളും ഉപയോഗിക്കാത്ത പടങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ ഇട്ടിന്ന് കത്തിക്കാൻ പറ്റും. കാണുന്നത് പള്ളിയുടെ ഫ്രണ്ടിൽ സൈഡിലായിട്ട് നിൽക്കുന്ന ജാതി മരത്തിന്റെ താഴെ സെറ്റ് ചെയ്ത പുൽക്കൂടാണ്. സാധാരണ പള്ളിയുടെ അകത്താണ് എല്ലാ വർഷവും ചെയ്യാറുള്ളത്, പക്ഷേ ഈ പ്രാവശ്യം പുൽക്കൂട് പുറത്താണ് സെറ്റ് ചെയ്തത്. ഞങ്ങളുടെ പള്ളിയിൽ വൈകിട്ട് 7 മണിയൊക്കെ ആയപ്പോഴേ എൽദാ തിരുനാളിന്റെ ശുശ്രൂഷയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ശുശ്രൂഷയൊക്കെ പകുതിയാവുമ്പോൾ പള്ളിക്ക് ചുറ്റും ഒരു പ്രദർശനം കാണും. ആ പ്രദർശനത്തിന്റെ സമയത്താണ് ആനാവാതിലിന്റെ അവിടെ വന്നിട്ട് അച്ഛനൊരു ബൈബിൾ വായന. യേശു ജനിച്ച വിവരം ആട്ടിടയന്മാരെ അറിയിക്കാൻ ദൂതൻ പ്രത്യക്ഷപ്പെടുന്ന വചനം വായിച്ചതിന് ശേഷമാണ് അച്ഛൻ ഈ കുടിക്ക് തീ സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ കുന്തിരിക്കം തന്നിട്ടുണ്ടാകുകയെ അച്ഛൻ അത് കത്തിച്ചു കഴിയുമ്പോൾ നമുക്കെല്ലാം കുന്തിരിക്കം അതിൻ്റെ അകത്ത് കൊണ്ട് ഇടാം. ശുശ്രൂഷയുടെ സമയത്തുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതെല്ലാം അത് കഴിഞ്ഞിട്ടുള്ള പടക്കം പൊട്ടിക്കലും ആഘോഷവും ഒക്കെയാണ്. ഈ കാണുന്ന രണ്ടുപേരും എൻ്റെ കസിൻസ് ആണ്. ഒന്ന് ചേച്ചിയാണ്, മറ്റേത് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഇളയ കുരിപ്പാണ്. ഒരു 12:30 ആയപ്പോൾ നമ്മുടെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പള്ളിയിൽ നിന്ന് തന്നെ അപ്പവും ബീഫ് കറിയും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നോയമ്പ് വിടാൻ. ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള പള്ളികളിലൊക്കെ പല രീതിയിലാണ് കേട്ടോ. ചിലർക്ക് 2 മണി 3:30 ആകുമ്പോൾ ശുശ്രൂഷ തുടങ്ങത്തേ ഉള്ളൂ. ചിലർക്കൊക്കെ ഇതുപോലെ 7 മണിക്ക് തുടങ്ങി 12:30 ആകുമ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഉണ്ണീശോയുടെ മാതാവിന്റെ യൗസേപ്പിതാവിന്റെ ഒക്കെ ഒരു കുഞ്ഞു രൂപം കൊണ്ടുപോയിട്ട് പുൽക്കുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ നിന്ന് വന്ന ഉടനെ മമ്മിയാണ് കള്ളപ്പത്തിനുള്ള മാവൊക്കെ ശരിയാക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നെക്സ്റ്റ് ഡേ 25th മോർണിംഗ് ആണ്. അപ്പം നമ്മളിവിടെ കള്ളപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. മാവ് ശരിക്കും ഒന്ന് പൊങ്ങിയൊന്നും വന്നിട്ടില്ലായിരുന്നേ. അന്നേരം ശരിയാകുമോ നോക്കിയുള്ള ടെൻഷൻ ആയിരുന്നു, പക്ഷെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലുള്ള സ്പെഷ്യൽ ഡേയ്സിൽ മാത്രമാണ് കേട്ടോ കള്ളപ്പം ഒക്കെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വെള്ളയപ്പം ഒക്കെയാണ് ഇതിന് പകരം. ഇവിടെ കള്ളപ്പം ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഇതൊക്കെ അരിഞ്ഞു വെക്കുന്ന പണി ഉണ്ടായിരുന്നേ. പിന്നെ ഇത് പള്ളിയിൽ നിന്നുള്ള കിട്ടിയൊരു ചോക്ലേറ്റ് ആണ്, അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചിക്കൻ സ്റ്റൂ ഒക്കെ വെച്ചിട്ട് ആ ഒരു കള്ളപ്പം സ്പെഷ്യലായിട്ട് വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കുന്ന ഫുഡായത് കാരണമായിരിക്കും ആ സമയത്ത് ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഒക്കെ തോന്നാറുണ്ട്. എപ്പോഴും കഴിച്ചു കഴിഞ്ഞാൽ ഇതിനോടുള്ള ഇൻട്രസ്റ്റ് ഒന്നും കാണാം. ഈ പ്രാവശ്യം ക്രിസ്മസിന് എൻ്റെ വക സ്പെഷ്യൽ ഒരു ബീഫ് കട്ട്ലേറ്റ് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം തൊട്ട് ഈ കട്ട്ലേറ്റ് പരീക്ഷണം എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ പാളിസായി പോകും, പിന്നെ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ ഒന്നും കിട്ടത്തില്ല ശരിക്കും, പക്ഷെ ടേസ്റ്റ് കാണുമായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം എങ്ങനെയാണ് തീരുമെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ ഞാൻ പൊട്ടാറ്റോയൊക്കെ ഉടച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു കടായിലോട്ട് എണ്ണ ചൂടാക്കി അതിൻ്റെ അകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവോളയും പച്ചമുളകും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് പൊടിത്തരങ്ങളൊക്കെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് കുരുമുളക് പൊടിയും ഗരം മസാലയും മഞ്ഞപ്പൊടിയും മാത്രമാണ്. മൂത്ത് വരുമ്പോഴത്തേക്കും ക്രഷ് ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് നന്നായിട്ട് മുരിച്ചെടുക്കണേ. അത് കഴിഞ്ഞിട്ട് പൊട്ടറ്റോയും കൂടി അതിൻ്റെ കൂടെ ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കണം. ഇനിയിപ്പം അതൊരു ഷേപ്പിലാക്കി എടുക്കുക, മുട്ടയിൽ മുക്കുക, ബ്രെഡ് ക്രംസിൽ മുക്കുക, പൊരിച്ചെടുക്കുക. സാധാരണ ഉണ്ടാക്കാറുള്ളപ്പോൾ ഒക്കെ എണ്ണയിലാണ് പൊരിച്ചെടുക്കാറുള്ളത്. ഈ പ്രാവശ്യം കുറച്ചെടുത്ത് ഓവനിലോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു 20 മിനിറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി വന്നതൊക്കെ ഞാൻ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്തത്. പക്ഷെ അത് പെട്ടെന്ന് ആയി കിട്ടിയ കേട്ടോ. ഈ പ്രാവശ്യം അങ്ങനെ ഉടഞ്ഞൊന്നും പോയില്ല, എല്ലാം നല്ല കറക്റ്റ് ഷേപ്പിൽ. ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസും ബീഫ് കറിയും ചിക്കൻ വറുത്തതും സാലഡും പപ്പടവും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്പെഷ്യൽ കട്ട്ലേറ്റും ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം പക്ഷെ നല്ല കട്ട്ലേറ്റ് കിട്ടി. എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈങ് ആയിരുന്നു. ഞാൻ ഉണ്ടാക്കിയ വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് മഴങ്ങി പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് കേക്കൊക്കെ കട്ട് ചെയ്യുന്നത്. പ്ലം കേക്കിൻ്റെ കൂടെ എന്താണെങ്കിലും വൈനും വേണമല്ലോ, നല്ല ക്രിസ്മസിൻ്റെ ഒരു ഓളം വരത്തുള്ളൂ. അങ്ങനെ വൈൻ ഒക്കെ പൊട്ടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓലോലിക്കാവൻ വീട്ടിൽ തന്നെ ഇട്ട വൈനാണ് കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല വീര്യം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് നമ്മൾ ഉച്ചക്കത്തെ സെയിം ഫുഡ് തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വൈകുന്നേരം തൊട്ട് ഇവിടെ എല്ലാം പടക്കം പൊട്ടിയിട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ വീട്ടിലില്ലായിരുന്നു. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആകുമ്പം പടക്കം വാങ്ങുമെന്ന് പറഞ്ഞ് കിടന്ന് ബഹളം വെക്കുന്നത് എൻ്റെ അനിയനാണ്. പഠിത്തത്തിൻ്റെ ആവശ്യമൊക്കെ ആയിട്ട് അവൻ നാട്ടിലില്ല. അത് കാരണം കഴിഞ്ഞ ക്രിസ്മസിനും ഈ ക്രിസ്മസിനും ഒന്നും നമ്മൾ പടക്കം വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വർഷത്തെ എൻ്റെ ക്രിസ്മസ് ആഘോഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.